ഹലോ വെൽക്കം ടു പാർട്ട് 2. നമ്മൾ പാർട്ട് 1 ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് പാർട്ട് 1 പെട്ടെന്ന് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിരിക്കണം. അന്ന് നമ്മൾ 2 കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം പതിവ് പോലെ ഒരു നോട്ട്ബുക്കും അതേപോലെ തന്നെ ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. നമുക്ക് ഞാനൊരു കണക്ക് തരാം, അതൊന്ന് ചെയ്യ്. ഓക്കെ, അപ്പം 20 കൂട്ടുന്ന ചിഹ്നമൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഏതാ കൂട്ടുന്ന ചിഹ്നം? ഇതാണ് കൂട്ടുന്ന ചിഹ്നം. ഓക്കെ, 20 കൂട്ടണം 10 കൂട്ടിയേ. 0 0 കൂട്ടിയാൽ 0. 2 കൂട്ടണം 1 3. കിട്ടിയല്ലോ ഉത്തരം എല്ലാവർക്കും. അടുത്തൊരു കണക്ക് 30 കൂട്ടണം 14. ഇതൊന്ന് ചെയ്തേ. 0 4 കൂട്ടിയാൽ എത്ര? 4 തന്നെയാണല്ലേ. 0 4 കൂട്ടിയാൽ 4 തന്നെ. ഒരു മിനിറ്റ്. പൂജ്യവും 4 കൂട്ടിയാൽ നമുക്ക് 4ന് ഉത്തരം കിട്ടും. അതേപോലെ 3 കൂട്ടണം 1. 3 കൂട്ടണം 1. 3 വിരലെടുക്കുക, അതിലേക്ക് 1 കൂട്ടുക, അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം? 44. കിട്ടിയല്ലോ. ഇനി അടുത്തൊരു കണക്ക് തരാം. അടുത്ത കണക്ക് 16 കൂട്ടണം 13. വേഗം ചെയ്തേ. ആദ്യത്തെ നമ്മുടെ ഇത് 6 ആണല്ലേ. 6 കൂട്ടണം 3. 6 കൂട്ടണം 3 എത്ര? 6ലേക്ക് 3 കൂട്ടിയേ. 7 8 9. 9 കിട്ടിയല്ലോ. ഇനി 1 1 കൂട്ടിയാൽ എത്ര? വളരെ എളുപ്പമാണ്, 2. കിട്ടിയല്ലോ ഉത്തരം. ഇനി അടുത്തൊരു കണക്ക് 24 കൂട്ടണം 22. ഇതും വളരെ എളുപ്പമായിട്ടുള്ള കണക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 4 ഉണ്ട് അല്ലേ. ആദ്യത്തെ സംഖ്യ 4. 4 കൂട്ടണം 2 എത്ര? 4 കഴിഞ്ഞാൽ 5 6. 6 ഉത്തരം കിട്ടും. പിന്നെ ഇവിടെ 2 ഉണ്ട് അല്ലേ. 2 കൂട്ടണം 2 എത്ര വരിക? 2ലേക്ക് 2 കൂട്ടിയേ. 3 4. 4 ഉത്തരം കിട്ടുന്നുണ്ടല്ലേ. വെരി ഗുഡ്. അപ്പം എല്ലാവരുടെ ഉത്തരം ശരിയായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയത് ശരിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് വേറെ ഒരു കണക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ കണക്ക് നോക്കാം അല്ലേ. 50 കൂട്ടണം ഒരു 38. എന്തായിരിക്കും ഉത്തരം വരിക? 0വും 8ഉം കൂട്ടിയാൽ എത്ര? നിങ്ങളുടെ കയ്യിൽ 8 മിഠായി ഉണ്ട്. അതിലേക്ക് 0 മിഠായി കൂട്ടി നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ ആകെ എത്ര മിഠായി ഉണ്ട്? 0 കൂട്ടിയാൽ മിഠായി കൂടുമോ? ഇല്ലല്ലോ. അപ്പോൾ ആകെ എത്ര മിഠായി ഉള്ളത്? 8 മിഠായി തന്നെയല്ലേ. പിന്നെ 5 കൂട്ടണം 3. 5 കൂട്ടണം 3 എത്രയായിരിക്കും? 5ലേക്ക് 3 കൂട്ടിയേ. 6 7 8. 8. 88 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലേ. കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. 0 കൂട്ടണം 8 8. 5 കൂട്ടണം 3 8. 88 എന്ന് ഉത്തരം കിട്ടി. അടുത്തൊരു കണക്ക് 64 കൂട്ടണം 25. ഇതൊന്ന് കൂട്ടിയേ. ഫസ്റ്റത്തെ സംഖ്യ 4 5. 4 5 കൂട്ടിയേ. 4 കഴിഞ്ഞാൽ പിന്നെ 5 6 7 8 9. 9 കിട്ടുന്നില്ലേ? പിന്നെ അടുത്ത സംഖ്യ ഇവിടെ ഇപ്പുറത്ത് 6 ഉണ്ടല്ലേ. 6ക്ക് 2 കൂട്ടിയേ. 6ക്ക് 2 കൂട്ടിയാൽ എത്ര? 6 കഴിഞ്ഞാൽ 7 8. 8 89. കിട്ടിയില്ല എല്ലാവർക്കും? അടുത്തൊരു കണക്ക് തരാം. അടുത്തൊരു 3 കണക്ക് തരും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യത്തെ കണക്ക് 75 കൂട്ടണം 15. വേഗം ചെയ്യണം കേട്ടോ. ഒറ്റ മിനിറ്റ്. 75 കൂട്ടണം 15. അതേപോലെ 25 കൂട്ടണം 35. അതേപോലെ 71 കൂട്ടണം 51. ഈ 3 കണക്കൊന്ന് വേഗം ചെയ്യുമോ? നോക്കട്ടെ ആർക്കൊക്കെയാണ് ഈ കണക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം കൂട്ടുന്ന ചിഹ്നം എല്ലാവർക്കും അറിയില്ലേ. ഇതാണ് നമ്മുടെ കൂട്ടുന്ന ചിഹ്നം. ഓക്കെ, ഇതാണ് കൂട്ടുന്ന ചിഹ്നം. ഇതാണ് കൂട്ടുന്ന ചിഹ്നം. ഇതാണ് കൂട്ടുന്ന ചിഹ്നം. ഇതാണ് കൂട്ടുന്ന ചിഹ്നം. അറിയില്ലേ? ഇനി മറ്റേതൊക്കെ ഒന്ന് കൂട്ടിയേ. ഫസ്റ്റ് നമ്മൾ ചെയ്യട്ടെ. കിട്ടിയോ? അപ്പോൾ ആദ്യത്തെ കണക്ക് ചെയ്ത് നോക്കാം. 1 കൂട്ടണം 1 എത്രയാ? 2. ശരിയല്ലേ.
7 കൂട്ടണം 5. 7ക്ക് 5 കൂട്ടിയേ 6, 7, 8, 9, 10. 7 കഴിഞ്ഞാൽ പിന്നെ എത്രയാ? ആ തെറ്റിക്കല്ലേ. 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12. 12 നമ്മുടെ ഉത്തരം. ഇതൊരു 3 അക്ക സംഖ്യയല്ലേ നമുക്ക് കിട്ടിയത്. 122 എന്നുള്ള ഉത്തരം കിട്ടിയില്ലേ എല്ലാവർക്കും? അടുത്ത കണക്ക് 5 കൂട്ടണം 5. 5 കൂട്ടണം 5 എത്രയാ? 5ക്ക് 5 കൂട്ടിയേ 6, 7, 8, 9, 10. 10 നമുക്ക് ഉത്തരം കിട്ടിയത് എത്രയാ? 10 എന്നല്ലേ കിട്ടിയത്. അപ്പം നമ്മൾ ആ 10 എന്ന് ഇവിടെ എഴുതാൻ പാടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ 0 ഇടും അല്ലേ. എന്നിട്ട് ആ 1നെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. കണ്ടോ? 1നെ എല്ലാവരും കണ്ടോ? 1 ദേ ഇവിടെ ഉണ്ട്. എവിടെയാ 1? എവിടെയാ? 1 ഇതാക്കണേ. 1 അതിൻ്റെ സൈഡിലുണ്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 2 കൂട്ടണം 3. 2 കൂട്ടണം 3 എത്രയാ? 2ക്ക് 3 കൂട്ടിയേ 3, 4, 5. അപ്പം നമുക്ക് 5 എന്ന് കിട്ടിയില്ലേ. അപ്പം നമ്മൾ ഇവിടെ ചെന്നിട്ട് 5 എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഈ ഒരു 1നെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം നമുക്ക് 5 കിട്ടിയില്ലേ. അപ്പം 5ക്ക് 1നെ കൂട്ടിയാൽ എത്രയാ? എത്രയാ കിട്ടുന്നത്? 6 കിട്ടിയില്ലേ. ഇതാരും തെറ്റിച്ചിട്ടില്ലല്ലോ. എല്ലാവരും ശരിയല്ലേ? അടുത്ത കണക്ക് ഇതുപോലെ തന്നെയാണ്. 5 കൂട്ടണം 5 എത്രയാ? നേരത്തെ അതേപോലെ തന്നെ 10. 0 എഴുതും. ആര് ശിഷ്ടമുണ്ട്? ഒരെണ്ണം ഇവിടെ ഉണ്ടല്ലേ. ഒരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ 7 കൂട്ടണം 1 എത്രയാ? 7ക്ക് 1 കൂട്ടിയാൽ 8. പിന്നെ ഈ ഒരു 1നും കൂടെ നമ്മൾ കൂട്ടണം. അപ്പം എത്ര കിട്ടും? 9. വെരി ഗുഡ്. അപ്പം എല്ലാവർക്കും ഈ 3 കണക്കും ശരിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഇതേപോലുള്ള കൂടുതൽ കണക്കുകളുമായി പാർട്ട് 3 നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ആ വീഡിയോ കിട്ടാനായിട്ട് ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.